ഇലക്ഷൻ എടുത്തപ്പോ പത്രം വായിക്കാൻ എന്താ ഒരു ചൂടെന്ന് നോക്കിയാൽ ഒറ്റ ദിവസം കൊണ്ടല്ലേ ഓരോ നേതാക്കൾ മറുകണ്ട ചാടുന്നത്. അതുവരെ ഒരു പത്രത്തിൽ ടി വിയിൽ പറഞ്ഞതൊക്കെ ഉള്ള ഒരു നിലപാടിനും ഒരു വിലയുമില്ല. എന്തൊരു രസം. ഇലക്ഷൻ എടുക്കണം, നേതാക്കന്മാരെ നല്ല സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ. കുഴഞ്ഞു മറിഞ്ഞു എങ്ങും എത്താതെ. ഹലോ, അതെ ടോമച്ചനാ. ആ ആ ആ ഏയ് പിന്നെ അതെന്ത് വർത്താനാണ്? നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ചെയ്യുമല്ലോ. നമ്മളങ്ങനെ സാധാരണക്കാർ പറയുമ്പോൾ പറയില്ല. ഓ ശരി ശരി. ഓ എല്ലാം അത് കറക്റ്റായിട്ട് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ തൽക്കാലം ഇതിപ്പോൾ ആരും അറിയണ്ട. അതൊക്കെ രഹസ്യമായിട്ട് വെച്ചിരുന്നാൽ മതി. ഓ ഇത് ആരോട് പറയാൻ പോണ്ടാന്ന്, അത് രഹസ്യമായിട്ട് വെച്ചിരുന്നാൽ മതി. ശരി ശരി ശരി, വിളിക്കാം. ഓ വച്ചേ. അത് നമ്മളൊരു സുഹൃത്ത്. എഞ്ചിനീയറിംഗ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് ആരാണ്? ഇപ്പൊ ആര് വിളിച്ചെന്ന് പറ നിങ്ങള്. അത് ബൈജു സാറേ. ബൈജു സാറായിരുന്നോ? എന്താ വിളിച്ചേ? ചുമ്മാ വേറെ വിശേഷം പറയാൻ വേണ്ടി. എന്ത് വിശേഷം? തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ബൈസാറിന് എന്താ പറയാനുള്ളത്? ബൈസാറിനല്ല, പിന്നെ നീ ഇത് ചുമ്മാ ഇരുന്നാണ്. ഞാൻ പത്രം വായിക്കണ കണ്ടില്ല, നമുക്ക് അത് അറിഞ്ഞാൻ പറ്റുള്ളൂ. ചുമ്മാ പത്രം വായിക്കണം. പിള്ളേരുടെ പേപ്പറും പരീക്ഷ പേപ്പറൊന്നും അല്ലല്ലോ നോക്കണത്, പത്രമല്ലേ? ആ പിന്നീട് വായിച്ചാൽ ആ വാർത്തകൾ അവിടെ തന്നെ കാണും. പറ. ഇല്ല, വേറെ ആരാണ് വിളിച്ചത്? അതെന്താണ് കാര്യം എന്ന് അറിയണം അല്ലേ? അറിയില്ല. എന്തുവാണ് നിനക്ക് അറിയാനുള്ള കാര്യമല്ല അത്. ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാവരൊന്നും അല്ലല്ലോ, ഞാൻ ഇച്ചാന്റെ ഭാര്യയല്ലേ. ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്നെ പല ആളുകളും പല ആവശ്യത്തിനും പല കാര്യങ്ങൾക്കും വിളിക്കും. അത് പല കാര്യങ്ങളുണ്ട്. അല്ല, നിനക്ക് അറിയേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയും. അറിഞ്ഞാത്ത കാര്യങ്ങൾ നിനക്ക് അറിയേണ്ടാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നീ എന്നെ ചോദിക്കണ്ട, ഞാൻ പറയേയില്ല. അറിഞ്ഞാലെന്നാ ചോദിക്കണേ? ഇപ്പൊ ആരോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. നീ അറിയണ്ട എന്നൊക്കെ പറയുമ്പോൾ അതെന്താന്ന് അറിയണോ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അന്താ ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? നീ അറിയാതിരുന്ന ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇടിഞ്ഞു താഴെ വീഴോ? അറിഞ്ഞാൽ ഇത് ഇടിഞ്ഞു താഴെ വീഴോ? നീ തറതല പറഞ്ഞ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം പറയാൻ ചില്ലുമേടയിലിരുന്നെ ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? നിനക്ക് അറിയാനുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ചോദിക്കണ്ട, അല്ല തന്നെ ഞാൻ പറഞ്ഞോളാം. ഇത് അറിയാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് പറയല്ലേ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ. എപ്പോഴും പത്രം വായിക്കാൻ വന്നിരിക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് വരും. എനിക്ക് ദേഷ്യം വന്നോണ്ടാ ഞാൻ എനിക്ക് കസേര എടുത്തിട്ടിരിക്കാൻ പറയാം ദേഷ്യത്തിൽ. അയാൾ ചേട്ടൻ വന്നോണ്ട് അല്ലെങ്കിൽ ഞാൻ വായിരിക്കണം വിളിച്ച് പറഞ്ഞു കണ്ടു. എന്ത് വെറുതെ തന്നെ? ഇല്ല, ഞാൻ വെറുതെ രാവിലെ എങ്ങനെ വെറുതെ എന്താ സാറേ ഒരു രാവിലെ ഒരു കശവിച്ച ഒന്നുമില്ലെന്ന്. രാവിലെ തുടങ്ങും പോയിട്ട് എന്ത് പറ്റി സാറേ? വേറൊന്നും പറഞ്ഞാൽ അടുത്തൂടെ പോയിട്ട് ഞാൻ രാവിലെ പത്രം വായിച്ചോണ്ടിരുന്നു. അപ്പൊ എനിക്കൊരു ഫോൺ വന്നു. ആര് എന്ത് എങ്ങനെ എവിടെ എന്തിനു വിളിച്ചത് ഇത് കംപ്ലീറ്റ് അവർക്ക് അറിയണം. അത് ഇത് എല്ലാ വീട്ടിലുള്ളതാണ് സാറേ. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചു. ഇതിപ്പോ അതാരെന്താണെന്ന് പറഞ്ഞു അവൾ അറിയേണ്ട കാര്യമല്ല. ഇനിയിപ്പോ അവൾ അറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമ്മളിപ്പോ പറഞ്ഞാൽ അവൾ അറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. എന്നാലും ഇത് ഇങ്ങനെ കുത്തി ചോദിച്ചു സകല പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവം. ഇങ്ങനെ കുത്തി 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 ഇതുപോലെ തന്നെ അല്ലെ? ചിലരെ എങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് കൊടുക്കുമെന്നറിയാം. ജോണി ചേട്ടൻ നമ്മളിപ്പോ ആണുങ്ങള് പല ആളുകളോടും വർത്താനം പറയും, സംസാരിക്കും. അതിപ്പോ എല്ലാ ഈ ഭാര്യമാരുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ നടക്കട്ടെ. ഈ കാര്യം എന്താണെന്ന് അവളുടെ പറയാം, കുഴപ്പമില്ല. പറയാൻ പറ്റാത്തൊന്നുമല്ല. പിന്നെ ഞാൻ ഈ പറയാത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ കുറെ കഥയുണ്ട്. അത് ഈ രാമായണം വായിക്കും പോലെ ഞാൻ അത് ചോദിക്കും. ഇനി അത് ഞാൻ പറഞ്ഞു കൊടുക്കണം. അത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോരാ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ പറയുമ്പോൾ ഇതൊന്നും പറയാത്തത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന സമയം ഇതുപോലെ ഒരു ഫോൺ വന്നു. പക്ഷെ എൻ്റെ അമ്പോ ആര് എന്ത് എങ്ങനെ എപ്പോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ രാത്രി എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ സമാധാനം ഇല്ലാത്ത രാത്രിയായിരുന്നു. സ്വൈര്യം കിട്ടിയില്ലല്ലേ? ഇത് തന്നെ സാറേ എല്ലായിടത്തും ഉള്ള വിഷയം.
സ്വൈരം തരത്തില്ല, ഒരു കാര്യത്തിലും സ്വൈരം തരത്തില്ല. ഓ സമയത്ത് ഹേമ ടീച്ചറോ ഇവരൊന്നും ഈ സമയത്തോട് വിളിക്കുന്നത്? ഓ വരണം കേട്ടായിരിക്കും. ആണ്ട് നിങ്ങൾക്ക് ഫോണ് ഹേമ ടീച്ചർ അവരൊന്നും ഈ സമയത്താണ് വിളിക്കുന്നത്. നോക്കിയല്ലേ പറയാൻ പറ്റും. നോക്ക് നീ നീല ഷർട്ട് കഴുകിട്ടില്ലേ? അതല്ലേ ഇപ്പൊ അത്യാവശ്യം ഫോൺ ഇടും. നീ കഴുകിട്ടാ? ഇത് ഹാങ് ആവും. ഹലോ ആ ടീച്ചറെ വിളിച്ചിരുന്നാ ഇപ്പഴാ? ആ ഓ അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല. ഓ അതിന് പേടിക്കുന്ന എന്തിനു, ഞാൻ ഇല്ലേ. വെളുപ്പിന് കൊല്ലത്ത് വേണം. ശരി പിന്നെ വിളിക്കാം. എന്തുവാ വെളുപ്പിന് കൊല്ലത്ത് വേണം. ഇപ്പൊ ഹേമടിച്ചൻ എന്തിനാ വിളിച്ചേന്ന്? ഹേമടിച്ചൻ എന്തിനാ വിളിച്ചേ? ഹേമ ടീച്ചർ അവരുടെ ഭർത്താവ് ഗൾഫില് അവർ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വന്നേ ഉള്ളൂ. ഇപ്പോഴാണ് അവരെ വിളിച്ചതെന്ന്. ഇപ്പൊ അവരെ ഭർത്താവ് വിളിച്ചതാന്ന് പറഞ്ഞ് ഇച്ചാൻ എന്തിനാ വിളിച്ചു പറഞ്ഞേ? അവരെ ഭർത്താവില്ലേ ഇപ്പഴാ വിളിച്ചെന്ന് ഇച്ചാൻ എന്തിനാ വിളിച്ചു പറഞ്ഞേന്ന് പറ. ചോദിച്ചെന്നെ മറുപടി പറയേ. രാവിലെ കൊല്ലത്ത് പോണം. ഹേമടിച്ചിട്ട് വിളിച്ച എന്തിനാ കാര്യം പറ. ലോൺ എടുക്കണം. അതെന്തിനാ ഇച്ചാനെ വിളിച്ച് പറഞ്ഞേന്ന്? അതെന്തിനാ നിങ്ങളെ വിളിച്ച് പറഞ്ഞേന്ന് പറ. നിങ്ങൾ കാര്യം പറ, പിന്നെ അത് നോക്കി കുറിപ്പിക്കാം. പറ എന്തിനാ ഇച്ചാനെ വിളിച്ച് പറഞ്ഞേ? അവർക്കൊരു ലോൺ എടുക്കണോ? അവര് ലോൺ എടുത്തോട്ടെ, അത് നിങ്ങളെ വിളിച്ച് പറഞ്ഞ എന്തിനെന്ന്? വസ്തുവിന്റെ പ്രമാണം വെച്ചല്ലേ? വസ്തുവിന്റെ പ്രമാണം വെച്ചാണ് ലോൺ എടുക്കണല്ലേ? ആരെ വസ്തുവിന്റെ? ഈ ഓനടിക്കാൻ ഉറങ്ങി തൂങ്ങിപ്പോയാ? കഷ്ടമായി പോയി. വന്ന് കിടന്നല്ലേ ഉള്ളൂ. ഒരു തലങ്ങനെ എടുത്ത് വെക്ക്, ചിലപ്പോ തല അങ്ങ് ഒഴിഞ്ഞു പോവും. നിനക്ക് ഉറക്കം വരല്ലോ പറ. ഞാൻ പിന്നെ ചോദിച്ചതിന് മറുപടി പറ. നിങ്ങൾ പിന്നെ അവര് വസ്തു വെച്ചിട്ട് എന്ത് വെച്ചിട്ട് ലോൺ എടുക്കട്ടെ? നിങ്ങളെ വിളിച്ച് പറ. പ്രമാണം വെച്ചിട്ടാണ് ലോൺ എടുക്കാനുള്ള അയാളെ. അത് അയാളെ പ്രമാണം വെച്ച് എന്താ എടുക്കട്ടെ? നിങ്ങളടുത്ത് വിളിച്ച് പറഞ്ഞ എന്തിനാണ് ചോദിച്ചു? ഈ പാതിരാത്രി അവര് അത് ഹേമ ടീച്ചറിന്റെ ഭർത്താവ് ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, അവര് ഗൾഫിലല്ലേ? അല്ലേ? പ്രമാണം അത് ഒപ്പിടണ്ടേ? ആ വസ്തുവിന്റെ പ്രമാണമുള്ള ആള് ഒപ്പിടണ്ടേ? അല്ല അതിനിപ്പോ ലീവിന് അയാൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റുമോ? ഒപ്പിടാമോ? അതാണ് ഞാൻ പറയാം. ലീവ് എന്റെ പൊന്നിലേ നീ ഇത്തിരി സമാനം കിടന്ന് ഉറങ്ങട്ടെ. എനിക്ക് രാവിലെ കൊല്ലത്ത് പോകാനുണ്ട്. രാവിലെ അല്ല ഹേമടിച്ചിന്റെ ഭർത്താവിന് ഇപ്പൊ ലീവ് കിട്ടത്തില്ല. അവര് പറയാൻ ഇപ്പം അങ്ങനെ ഇപ്പോഴും വരത്തില്ല. നിച്ചാൻ എന്തിനാ അവര് വിളിച്ച് പറയണെന്നാ ഞാൻ ചോദിച്ചേ. പറയേ ചോദിച്ചേ മറുപടി പറ. അതൊക്കെ എന്തിനാ ഇച്ചാനെ വിളിച്ച് പറയണം? വിട് കൂടുതൽ അത് അടർന്നും കാണിക്കണ്ട. പറ. അവര് ലോൺ എടുക്കേ ഒപ്പിടെ എന്തോ ചെയ്യട്ടെ, ഇച്ചാനെ വിളിച്ച് പറയണ എന്തിനാ ചോദിക്കണേ? എന്റെ പൊന്നിലേ എടി ആ ടീച്ചറുടെ ഭർത്താവിന്റെ പേരിലല്ലേ പ്രമാണം? അത് വെച്ചിട്ടല്ലേ ലോൺ എടുക്കണം. അതങ്ങനെ ഒപ്പിടാൻ അവർക്ക് പറ്റൂലല്ലോ. അപ്പൊ ഇവിടെ ഒരു പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കണം. ഇവിടെ ടീച്ചർ ഒരു അഫിഡവിറ്റ് റെഡിയാക്കി അത് നേരെ അവിടുത്തെ എംബസിയിൽ കൊണ്ടുവന്ന് അത് സൈൻ ചെയ്ത് അത് തിരിച്ചു ഇവിടെ വന്ന് അത് അറ്റസ്റ്റ് ചെയ്ത് റെഡിയാക്കിയാൽ മാത്രമേ ഈ പവർ ഓഫ് അറ്റോർണി. കൂടുതൽ ശാസ്ത്രം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ആദ്യം ഞാൻ ചോദിച്ചത് മറുപടി പറ. അയാളെ ആദ്യം ഇത് പറ. അയാളെ എന്ത് പവർ ഓഫ് ആയെന്നാ? അയാളുടെ എന്ത് പവർ ഓഫ് ആയി ഇപ്പൊ ഇച്ചാൻ ഫോണിൽ കൂടെ പറഞ്ഞില്ലേ? അതെങ്കിലും എന്നോട് പറയേ. പവറിന്റെ തലേന്ന് എനിക്കറിയണം. ഞാൻ കണ്ണൊന്നും തുറപ്പിക്കണ്ട. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാവുള്ളൂ. പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്ന സാധനം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നാളെ നല്ല അടുത്ത കൊല്ലത്ത് പോലും കൊല്ലത്ത് പോകാൻ പറ്റൂല. അത്ര വലിയ സാധനമാണ് പവർ ഓഫ് അറ്റോർണി. ഗൾഫിൽ നിന്ന് ചൊല്ലുന്നതാ. എന്റെ അടുത്ത് പറഞ്ഞ എന്താ കുഴപ്പം? നോക്കണ്ട. നോക്കിയാലും പേടിപ്പിച്ചാലും എനിക്ക് ഇത്ര പറയുള്ളൂ. ഏത് ടീച്ചറായാലും ഭർത്താവായാലും ഏത് പവർ ഓഫ് അറ്റോർണി ആയാലും കൊള്ളാം. എന്റെ കുടുംബത്തേര് കളിക്കരുത്. അത്രേ പറയുള്ളൂ. ഇതിനെയൊക്കെ പ്രേമിക്കാൻ കണ്ട സമയമാണ്.
ആ ജോലി കുടിച്ചേട്ടനെ നോക്കുമ്പോ ശരി ഇത് അന്നത്തെ ദിവസം പോയി പിറ്റേ ദിവസം രാവിലെ ഇതും ചോദിച്ചോണ്ട് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ എനിക്ക് സ്കൂളിൽ പോട്ടെ എന്റെ പൊന്നെ ഒന്നും പറയണ്ട അന്നത്തെ ദിവസം മൊത്തം ഇരുന്ന് ഈ ഹേമ ടീച്ചറെ വീട്ടിലെ കാര്യം പറഞ്ഞ് അവക്കൊന്ന് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് പണക്കം മാറി. നിങ്ങൾ എന്തിനു വീട്ടിൽ ചിരിക്കണേ? എങ്ങനെ ചിരിക്കാതിരിക്കും സാറേ? എങ്ങനെയൊക്കെയാണ് എന്റെ വീട്ടിലെ സ്ഥിതി നേരെ മറിച്ചാണ്. എനിക്കൊരു ഫോൺ വന്നാൽ ആദ്യം അവൾ എടുക്കും. ആരാ എന്താണെന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഫോൺ തരും. ആ അവസ്ഥ സാറിനില്ലല്ലോ. അല്ല എനിക്ക് അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ അവളുടെ കാര്യം പറഞ്ഞ് മനസ്സിലായില്ലേ? മേലെ എന്റെ ഫോൺ വരുമ്പോ നീ എടുക്കരുത്, അത് ഞാൻ എടുത്തോളാം, അത് എനിക്കറിയാം സംസാരിക്കാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അത് എടുക്കായിരുന്നു. എന്നാലിപ്പോ എനിക്കൊരു ഫോൺ വന്നു കഴിഞ്ഞുണ്ടല്ലോ അവളെടുക്കൂല. ഞാൻ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഹലോ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോഴേ അതൊക്കെ പിറകിലിരുന്നിട്ട് ഇതാര് എന്ത് എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. ആ സ്വഭാവമുണ്ട്. ഏയ് ഇല്ല ഇല്ല ഇല്ല, അത് ഈ പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടുന്നതും ഈ കത്ത് കൊടുക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ്. നിങ്ങളിതിന് വലിയൊരു പ്രശ്നമാക്കി എടുത്ത് വലിയൊരു പ്രശ്നമാക്കരുത്. നിങ്ങളാണത് വഷളായി കളയണേ. ആ ഓ ഓ ഓ അയ്യോ ഭയങ്കര അണ്ടത്തരമാണത്. ആ ചെറുക്കനെ പിടിച്ച് 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇത് നാട്ടുകാരറിയില്ലേ. ഒരു കാര്യം നിങ്ങൾ അല്ല ഞാൻ പറയട്ടെ ഇപ്പോൾ നിങ്ങൾ ഈ ആവേശത്തിൽ ആ ചെറുക്കനെ പിടിച്ച് 2 എണ്ണം കൊടുക്കുമായിരിക്കും. ഇത് നാട്ടുകാർ മൊത്തം അറിയും. പെൺകുട്ടി നമ്മുടേതാണ്. പയ്യന്മാരെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും. നമ്മൾ ആ പെൺകുട്ടിയുടെ ഭാവി നോക്കണ്ടേ? നിങ്ങളിത് വലിയ ബഹളം ഉണ്ടാക്കണ്ട. ഞാൻ ആ കാര്യം പറഞ്ഞ് ഞാൻ ആ കുട്ടിയോട് മറ്റവനോട് കാര്യം പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്. ദയവ് ചെയ്ത് അതിന് ഇനി വലിയ പ്രശ്നം ഉണ്ടാക്കരുത്. ശരി എല്ലാം പറഞ്ഞു. ശരി എന്തെങ്കിലും നിങ്ങൾ പറയണമെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചെയ്യാവും. ശരി ഓ ശരി. ഇല്ല വെച്ചോ. ഇത് നാടകമല്ല, ഇത് വേറൊരു പ്രശ്നമാണ്. നിനക്കെന്താ തൊണ്ടാക്കി വയ്യേ? എന്ത് പ്രശ്നം? ചെറുക്കനെ ലവ് ലെറ്റർ ഓർത്തെന്ന് പറഞ്ഞ പെണ്ണിന്റെ വീട്ടിൽ അല്ല ഒരു ലവ് ലെറ്റർ ഓർത്തെന്ന് പറഞ്ഞ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അടിക്കുവോ? പക്ഷെ എന്റെ പൊന്നെ, ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ പെണ്ണിന്റെ വീട്ടുകാർ വന്ന് ആ ചെറുക്കനെ തല്ലുവോ കൊല്ലുവോ അവര് കെട്ടിച്ച് വിടുവോ ലവ് ലെറ്റർ കൊടുക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ട്. ആവശ്യമില്ല നിൽക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാൻ പോവരുത്. ഞാൻ പറഞ്ഞേക്കാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഞാൻ പറയുന്നില്ല. ആ ചെറുക്കൻ എത്രാമത്തെ ലെറ്റർ ആ പെൺകുച്ചിന് കൊടുത്തെന്ന് പറഞ്ഞ 16-ാമത്തെ എങ്ങണ്ടല്ലേ? നിങ്ങൾക്ക് എന്തോ നിശ്ചയ നിങ്ങൾക്ക് 16-ാമത്തെ ലെറ്ററിൽ അവൻ എന്തോന്ന് എഴുതിയിരുന്ന ലാസ്റ്റ് അവൻ തിരിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവൻ പോയി ആത്മഹത്യ ചെയ്യുന്നല്ലേ? ഞാൻ പറഞ്ഞ എന്റെ ഇച്ഛായ അങ്ങനെ ആ ഒരു ചെറുക്കൻ അങ്ങനെ എഴുതാം. ആ ചെറുക്കൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അച്ഛൻ അവൻ എത്ര പ്രായം ഉണ്ടായിരിക്കും? ഒരു കൂടി പോയ 15 വയസ്സ് കാണും. ആ ചെറുക്കൻ ഇപ്പോഴേ അങ്ങനെ എഴുതണമെങ്കിൽ അവന്റെ മനസ്സിൽ മറ്റേ അടിക്കാനൊക്കെ പോണ ക്രിമിനൽ മൈൻഡ്, അങ്ങനത്തെ ഒരു മൈൻഡ് ആ കൊച്ചിനുണ്ട്. ഇരിക്കണ്ട കാര്യം എന്ന് പറഞ്ഞ വേണമെങ്കിൽ കേട്ടാ മതി. ആ ചെറുക്കൻ ഞാൻ പറയാം ഇങ്ങനെയൊക്കെ ആ കൊച്ചി എഴുതണമെന്നുണ്ടെങ്കിൽ ആ കൊച്ചി എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കും. നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെട്ടെന്ന് ആ ചെറുക്കൻ അറിയണമെന്നുണ്ടെങ്കിൽ ആ ചെറുക്കൻ നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കും. ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു പക്ഷേ അവൻ അങ്ങനെ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവ എവിടെയെങ്കിലും ഒളിഞ്ഞിട്ട് നിങ്ങൾ തലമടക്ക് കല്ലങ്ങാൻ എടുത്തിറങ്ങി ആർക്ക് നഷ്ടം? എനിക്കിപ്പോ എന്ത് ആ ചെറുക്കൻ ആത്മഹത്യ എല്ലാം കണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ കൊച്ചാണെങ്കിൽ അവന് കൊല്ലാനും മടിക്കൂല. അതെ ചത്തടക്കം എന്റെ അടുത്ത് പരാതി പറഞ്ഞോണ്ട് വരരുത്. എനിക്ക് അത്രേ പറയുള്ളൂ. അല്ല ഇച്ചായം ചത്തടക്കം ഇതൊരു ബുദ്ധി നല്ല ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവന് പരാതി പറഞ്ഞിട്ട് വരാതിരുന്നാ മതി. പറ എനിക്ക് ജോലിയുണ്ട് കുറെ. എന്ത് ഞാൻ ഈ ഫോൺ ചെയ്തത് മൊത്തം കേട്ടാ ഇല്ലേ? കേട്ടോ ഇല്ലയോ? മൊത്തം കേട്ടല്ലോ. അവ എത്രാമത്തെ പ്രാവശ്യം കത്തെഴുതിയെന്ന് ഉൾപ്പെടെ പറഞ്ഞു. അവ എഴുതിയ അവസാനത്തെ വരി വരെ പറഞ്ഞു. അവന്റെ പോലും ചിലപ്പോൾ ഇത് ഓർമ്മ കാണില്ല. പൊടിയെന്നല്ല പൊടിയെന്ന് വേണം പറയാം. വേണ്ട
ഇത്രയും സാധനം ഒളിഞ്ഞിരുന്ന് വ്യക്തമായി കേട്ടതിന് ശേഷം വീണ്ടും എൻ്റെ അടുത്ത് കുത്തി 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 ചോദിക്കണം അല്ലേ? പിന്നെ എനിക്കറിയണ്ട. പിന്നെ കഷ്ടം തന്നെ അല്ലേ സാറേ? കഷ്ടമെന്ന് പറഞ്ഞാൽ പരമാഷ്ടം. ചേട്ടാ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടിക്ക് അവിടെ ഉള്ളൊരു പയ്യൻ എന്തോ കത്തെന്തോ കൊടുത്തു. ഇതിപ്പോ എല്ലേക്കാളും ഭയങ്കര ആവേശമാണല്ലോ കേൾക്കാൻ. സാറ് തമാശ കാര്യം പറയണം. സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഈ 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് അവിടുത്തെ ഒരു പയ്യൻ എന്താ കത്ത് കൊടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരെന്നെ വിളിച്ചു. അപ്പൊ ഒന്നാമത് 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി വെളിയിൽ ഇറങ്ങിയ പ്രശ്നമാണ്. പിന്നെ കൊച്ചിന്റെ ഭാവി പോവില്ല സാറേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ആ വീട്ടുകാരോട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കട്ടെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അടക്കത്തിൽ ഒതുക്കത്തിലൊന്ന് സംസാരിച്ചു. സംസാരിച്ച് ചോദിക്കുന്നു. പിന്നെ ചോദ്യമായി പ്രശ്നമായി എന്താ വല്ലാത്ത കഷ്ടമാണ് സാറിന്റെ ഒരു ഗതികേടെന്ന് പറഞ്ഞാൽ അല്ലാതെ എന്തെന്ന് പറയാം. നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു 100 കണക്കിന് പിള്ളേരുണ്ട്. ഈ പിള്ളേരൊന്നും പഴയ കണക്കല്ല. ഭയങ്കര പ്രശ്നങ്ങളാ. ഇതിനൊക്കെ 10,000 പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ, രക്ഷകർത്താക്കളോ ബാക്കിയുള്ള ഈ കുട്ടികളുടെ ബന്ധുക്കൾ ആരെങ്കിലും എന്നെ വിളിക്കും. അപ്പൊ വിളിക്കുമ്പോൾ ഞാൻ ഈ കുട്ടികളുമായിട്ടുള്ള പ്രശ്നമായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറയാം, വെളിയിലുള്ള അറിയണ്ടെന്ന് പറഞ്ഞ ഒതുക്കത്തിൽ സംസാരിക്കും. അപ്പൊ ഇത് പുറത്ത് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒതുക്കത്തിൽ സംസാരിക്കുന്നത്. അത് തന്നെ ഇവള് കേൾക്കുകയും ചെയ്യും. അത് ഈ പെണ്ണുങ്ങളുടെ ഒരു സ്ഥിരം സ്വഭാവം സാറേ. നമ്മൾ മുറ്റത്തുനിന്ന് രഹസ്യം പറഞ്ഞാലും അവർ അടുക്കളയിൽ നിന്ന് കേൾക്കും. അത് ശരിയെന്നല്ല, അത് മാത്രമാണ് ശരി. പിന്നെ പെണ്ണുങ്ങളുടെ ഈ സ്വഭാവം ചില സമയങ്ങളിൽ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഉദാഹരണത്തിന് എന്റെ പെണ്ണും പിള്ളയോട് എനിക്കൊരു രഹസ്യം പറയാനൊന്നും ഇരിക്കുക, അവള് കേൾക്കത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്താണെന്ന് പറഞ്ഞ് പിറകെ ചോദിച്ചു വരും. അപ്പൊ ഞാൻ കാര്യം പറയും, അവളത് കേൾക്കും. ഈ പിറകെ വരണ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഉഷ ചേച്ചി കൂടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിരുന്നു. അമ്പു അന്നുണ്ടായിരുന്ന പുകിലുണ്ടല്ലോ. എന്ത് സാറേ? സാറേ ഇത് മറക്കാതെ കൊടുക്കണേ സാർ. ഞാൻ കൊടുത്തോളാം. ഇപ്പൊ ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ നമുക്കിത് വെച്ചാലേ, ഇപ്പൊ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണ യജ്ഞം പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. അപ്പൊ അതിൽ വെച്ച് ബോർഡ് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരു 20,000 രൂപയെങ്കിലും ഈ ലോണിന്റെ പലിശനത്തിൽ ഇളവ് കിട്ടും. സാറേ മറക്കല്ലേ സാറേ. അന്ന് ഞാനെന്നാ പോട്ടെ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരാറായി. അല്ല, ഒരു ചായ കുടിച്ചില്ല? കുഴപ്പമില്ല, ഞാൻ അവിടെ ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ. കുഞ്ഞുങ്ങൾ 4 മണിക്ക് വരുമ്പോഴേ. പോയോ? ഞാൻ ടെറസിൽ നിന്ന് തുണി എടുത്തോണ്ടിരിക്കുവായിരുന്നു ചായ. ആരാ ഇപ്പൊ വന്നേ? നമ്മുടെ ഉഷ ചേച്ചിയടി. എന്തുവാ? അതൊന്നുമില്ല. വെള്ളം താഴ്ച നീ എന്തിനാണ് കാണാൻ വേണ്ടിയാണ് വെള്ളം നിറച്ച് വയ്ക്കാതെ നോക്കട്ടെ. പല പ്രാവശ്യം പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യം വെള്ളം താഴ്ചിക്കുന്ന നീ കാണാൻ വേണ്ടി അല്ലാതെ ഒന്നുമില്ലടേ. അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. അതെന്താന്ന് പറഞ്ഞിട്ട് പോ നിങ്ങള്. കൊള്ളാല്ല. പലപ്പോഴും പറഞ്ഞോട്ടെ ഈ പൈപ്പ് ഇങ്ങനെ തുറന്നിടരുത്. അതിനൊന്നും അല്ലല്ലോ അവർക്ക് അത്യാവശ്യം. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയണമെങ്കിൽ അത് എന്താണെന്ന് അറിയാനാണ് അത്യാവശ്യം. പറ അതെന്ത് അതെന്തെന്ന് എന്റെ അടുത്ത് പറ. ഇതാ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ആണവ കരാർ. ഓ അത് പിന്നെ അതിങ്ങനെയൊന്നുമല്ല, അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ലേ, അതുകൊണ്ട് ഇതിനെക്കാളും വലുതായിരിക്കും. ഇതെന്താന്ന് പറ. കണ്ടിട്ടുണ്ട്. അറിയാം അറിയാം. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. എടി ഞാൻ ഇത് കണ്ട എന്ത് കുഴപ്പം? കിട്ടിയല്ല 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 നീ കണ്ടിട്ട് കാര്യമില്ല. നിനക്ക് അറിയേണ്ട കാര്യമല്ല. മാത്രമല്ല നീ ഇത് അറിഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല. അത് കണ്ടാലല്ലേ പറയാൻ പറ്റും, ചിലപ്പോ ചെയ്താൻ പറ്റിയല്ല. എടി ചുമ്മാരടി, ഞാൻ പറഞ്ഞേ എന്നെ കാണിച്ചപ്പോ എന്താ കുഴപ്പം? നിനക്ക് കാണാൻ വേണ്ടി ഒന്നുമില്ല. അയ്യോ ഞാൻ ഒന്ന് കണ്ടോട്ട്. അതെന്താണെന്ന് പറ. ഇത് അല്ല വലിച്ചു കീറുകയും ചെയ്ത ഞാനല്ല നിങ്ങളല്ലേ കീറി. ഇത് ഉഷ ചേച്ചി എനിക്ക് ഇതാ ലവ് ലെറ്റർ. പിന്നെ അവർക്ക് വേറെ ലവ് ലെറ്റർ ഒക്കെ നല്ല ചെറുക്കന്മാരില്ലാത്തോണ്ടല്ലേ ഈ മരം കൊണ്ടേക്ക് കൊണ്ട് തരുന്നത്. കണ്ടുകൊടുത്താലും മതി ലവ് ലെറ്റർ എന്ന് പറയാം. ഭർത്താവിന് ലവ് ലെറ്റർ കൊടുത്തേ ചേച്ചി. കരയണോ? ഞാൻ കരയണോ? എടി ഇത് ഉഷ ചേച്ചിക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ലോണുണ്ട്. ആ ലോണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഇത് പുതുക്കാനുള്ള ആപ്ലിക്കേഷനാണ്.
മനസ്സിലായില്ലേ? ഇപ്പം ഫിനാൻഷ്യൽ ഇയർ എൻഡിംഗ് ആണ് മാർച്ച്. ഫിനാൻഷ്യൽ ഇയർ എൻഡിംഗ് ആയതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചതിന് ശേഷം മറ്റന്നാളെന്ന് തോന്നുന്ന ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡ് മീറ്റിംഗിൽ ഈ ആപ്ലിക്കേഷൻ വച്ചതിന് ശേഷം അവർക്ക് ഇതുപോലെ തന്നെ പലിശ കൂടുതൽ അടയ്ക്കാൻ നിവർത്തിയില്ല എന്ന് ആ ബോർഡ് മീറ്റിംഗ് എല്ലാവരും കൂടെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബോർഡ് മീറ്റിംഗിൽ ഒരു തീരുമാനമെടുക്കും. അവർ പാവപ്പെട്ടവരാണ്, ഭർത്താവില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പലിശയ്ക്ക് ഒരു ഇളവ് കൊടുക്കാം എന്ന് പറയും. എവിടെ പോകണം? അറിഞ്ഞോ കാര്യം അറിഞ്ഞോ? ഇനി ഇത് മാത്രമല്ല, ഇത് എല്ലാം പൂരിപ്പിക്കണം. പൂരിപ്പിച്ച് കൊണ്ടുപോയി വേണ്ട. ഇത്രയും നേരം നിനക്കിത് എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഇത്രയും നേരം നിനക്കിത് എന്താണെന്ന് അറിഞ്ഞാൽ അപ്പം എന്താണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് കൃത്യമായി ചെയ്യാനുള്ള കാര്യങ്ങൾ കണ്ണുറ. അപ്പം ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിനക്ക് പറഞ്ഞപ്പോൾ അത് നിനക്ക് മനസ്സിലാവില്ല. ഇതാണ് സാധാരണ പെണ്ണുങ്ങളുടെ പ്രശ്നം. എന്താണ് ഈ ഉച്ചയിൽ നിൽക്കുന്ന വെയിലത്ത് എവിടെ മഴ പെയ്യണം? എടി കള്ളം പറയുമ്പോ അത് നോക്കി വേണം കള്ളം പറയാം. പെട്ടെന്ന് ചെല്ലില്ലെങ്കിൽ മഴ പെയ്യും. അല്ലെങ്കിൽ ചന്ദ്രപിള്ള വിരിച്ച തുണിയുടെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടു അതിന് പുറത്തൂടെ കൊണ്ടുവന്ന് കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് കമത്ത് ചെന്നിട്. അല്ല ഈ ഉഷയ്ക്ക് എവിടെ ലോണെന്ന് പറഞ്ഞ ഈ ഉഷ ചേച്ചിക്കകത്ത് സഹകരണ ബാങ്കിൽ ഒരു ലോണുണ്ട്. അത് ഇത്തിരി കുടിശ്ശിയാണ്. അപ്പൊ ഇതിപ്പോ സാമ്പത്തിക വർഷം അവസാനമല്ലേ. അപ്പോൾ ഈ ലോണ് പുതുക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പലിശയുടെ ഇളവ് കിട്ടും. അപ്പോൾ ബാക്കി ഡോക്യുമെന്റ്സുകളൊക്കെ ഈ കടന്നിര രസീതും ബാക്കി പോക്കോ ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് വെച്ച് അതൊന്ന് പുതുക്കി വയ്ക്കാം. അപ്പോൾ പലിശയുടെ ഇളവ് കിട്ടും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇത് ഇങ്ങോട്ട് കേട്ട ഉടനെ അതെങ്ങനെ, അതെന്തിന്, എത്ര പലിശ ഇളവ് കിട്ടും, അതിന് കറണ്ട് വന്ന രസീത് കൊടുക്കണേ എന്തിന്, അത് സാധാരണ ബാങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടൊരു 150 ചോദ്യം തന്നെ. അതൊക്കെ പറയാൻ സാറിന്റെ ഊപ്പാട് വരും സാറേ. വേറെ രസമുണ്ട് നമുക്ക്.